ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, അതുകൊണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുക? അതായത് നമുക്ക് ബാക്ക് ടു ആ ഒരു നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അത് ആക്സെപ്റ്റബിൾ ആണെങ്കിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ കഴിയുന്നത്. സോ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പാച്ചപ്പ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്, അതായത് ബ്രേക്കപ്പ് ആണ്, പക്ഷെ എന്നിരുന്നാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്, പാച്ചപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം, ഗൈഡൻസ് വേണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്ന സ്റ്റെപ്സുകളാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അപ്പോൾ എന്ത് ഇമോഷൻ ആണോ തോന്നുന്നത്, എന്ത് ഫീലിങ്സ് ആണോ തോന്നുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ അറിയുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ സഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ആ ഒരു ഇമോഷനിൽ നിന്ന് എസ്കേപ്പ് ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് കരയാതെ, മറ്റൊരാളോട് സംസാരിക്കാതെ, അവരെ കാണാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്ത് ഇമോഷൻ ആണോ നിങ്ങൾക്ക് വരുന്നത് അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടോ? കരയുക. ഒരാളോട് സംസാരിക്കാനാണോ തോന്നുന്നത്? സംസാരിക്കുക. ഇനി ചില ആളുകൾക്ക് സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അതിന് തയ്യാറല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കളയാനുള്ള ഒരു വേ എന്ന് പറയുന്നത് അത് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അത് കത്തിച്ച് കളയോ അല്ലെങ്കിൽ കീറിക്കളയോ ഒക്കെ ചെയ്യാൻ നോട്ട്. സോ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കൂടി ആ ഒരു ബേർഡൻ, ആ ഒരു ഇമോഷണൽ ബേർഡൻ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ആ ഒരു ഇമോഷൻ തോന്നുന്നത് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കരുത്. ബിക്കോസ് അങ്ങനെ എസ്കേപ്പ് ആവുന്ന സമയത്ത് നമുക്കത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫീൽ ഇറ്റ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ലെറ്റ് ഗോ. നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി അത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണ്, ഇനി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അതിനൊരു പക്ഷെ അവരുടെ ഓൾഡ് മെസ്സേജസ് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഓൾഡ് പിക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവരുടെ കോൺടാക്ട് തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അവരെ അൺഫോളോ ചെയ്യുക. സോ ഇത്തരത്തിൽ എല്ലാ രീതിയിലും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് സ്വയം നിങ്ങളൊരു തകർന്ന ഒരു അവസ്ഥയിലായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ മെന്റലി ഒരു തകർന്ന ഒരു അവസ്ഥയിലായിരിക്കും. സോ നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള റൊട്ടീൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ഡ്രീം ചെയ്യാൻ തുടങ്ങുക, ഡ്രീം എഗെയിൻ. അതുപോലെ തന്നെ കൂടുതൽ ഗോൾസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് പതിയെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഹെൽത്തി ആണെന്ന് തോന്നുന്ന, നിങ്ങളെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് സ്വയം റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പാണ് ഫൈൻഡ് സപ്പോർട്ട്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും, ചിലപ്പോൾ നമുക്കൊരു സഹായം വേണ്ടി വരും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ അത്രയും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് സഹായം ചോദിക്കാം. എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് സഹായം വേണ്ടത് അത് ചോദിക്കുക. അതിന് അവിടെ ഒരു ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ, അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും ചോദിക്കുക, ആ ഒരു സപ്പോർട്ട് നമ്മൾ വാങ്ങുക, എന്നിട്ട് നമ്മുടെ ലൈഫ് റീബിൽഡ് ചെയ്യുക. ബട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സപ്പോർട്ട് വേണമെന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല,
അങ്ങനെയാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി പാച്ചപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഗൈഡൻസ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇനി അതല്ല ലൈഫിൽ ഒരുപാട് ഡ്രീംസ്, ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്ത് കാര്യത്തിനാണെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്കപ്പ് ആവാനാണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്